നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കും. വീടിനുള്ളിൽ നിന്നും മൃതദേഹം പുറത്തെത്തിച്ചിട്ടുണ്ട്. വലിയ തിരക്കാണ് നമുക്ക് എല്ലായിടത്തും കാണാനാകുന്നത്. വീടിനകത്തും പുറത്തും വഴികളിലും നാട്ടിലും എല്ലാം ആളുകളുടെ പ്രവാഹമാണ്, ഒഴുക്കാണ്. ഇത്രമാത്രം സ്നേഹം ഒരു മനുഷ്യൻ എങ്ങനെ നേടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം അത് മനുഷ്യത്വമാണ്, മനുഷ്യത്വം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും പൊതുദർശനം ആരംഭിക്കുകയാണ്. ഇനി ഏതാനും സമയം മാത്രമാകും അർജുൻ തന്റെ വീടിന് മുൻപിൽ, തന്റെ വീടിൽ വിശ്രമിക്കുക. അതിനുശേഷം ഒരുപിടി ചാരമാകും, ഓർമ്മയാകും. പക്ഷേ അർജുന്റെ ഉചിതമായ ഒരു യാത്രാവഴി നൽകുവാൻ അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ സാധിച്ചല്ലോ എന്ന ഒരു ആശ്വാസം മാത്രം ഈ കുടുംബത്തിനുണ്ടാകും. അത് കുടുംബത്തിന്റെ മാത്രമല്ല, നമുക്കെല്ലാം ഒരാശ്വാസമാണ്. സന്തോഷമല്ല, ആശ്വാസമാണ്. കാരണം മനുഷ്യത്വത്തിന്റെ മറ്റൊരധ്യായം രചിച്ചുകൊണ്ടാണ് അർജുൻ വിടവാങ്ങിയത്. ഒരിക്കലും കാണാത്ത ഒരുപാട് പേർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേർ അയാൾക്ക് വേണ്ടി സ്വജീവൻ പണയം വെച്ച് അയാളെ തിരഞ്ഞ് ആഴങ്ങളിലേക്ക് ഊളയിടുന്നു. ഇതൊക്കെ മനുഷ്യത്വമല്ലാതെ മറ്റെന്താണ്? ഇതിനൊന്നും നമുക്ക് മറ്റുദാഹരണങ്ങളോ സമാനമായ ഓർമ്മകളോ പങ്കുവെക്കാനാകില്ല. കാരണം ഇത് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ പുതുചരിത്രം എഴുതിക്കൊണ്ടാണ് അർജുൻ ഓർമ്മയായിരിക്കുന്നത്. എൽദോ, ഒരുപാട് പ്രതീക്ഷ പുലർത്താം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഒരുപാട് നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താകും ഈ ദൃശ്യങ്ങൾ. കാരണം ഒരു ദുരന്തമുഖത്ത് മലയാളികൾ എന്നും ഒറ്റക്കെട്ടാണ്. ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും. ആ കുടുംബത്തിന് ഒരു അർജുനായിരിക്കും നഷ്ടപ്പെട്ടത്. 1000-10,000 അർജുനന്മാർ ഇപ്പോൾ ആ വീട്ടുമുറ്റത്തുണ്ട് ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനായി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ സന്തോഷവും. ഈ ദുരന്തത്തിനിടയിലും ഒരു മരണവീട്ടിലും നമ്മൾ കാണേണ്ട പ്രത്യാശ അതാണ്. ആ നിൽക്കുന്നവരെല്ലാം അർജുന്മാരാണ്. അവരുടെ എല്ലാം മനസ്സിപ്പോൾ അർജുനൊപ്പമാണ്. അർജുനെ പോലെ ചിന്തിക്കുന്നവരാണ് അവരെല്ലാവരും. അത് ആ കുടുംബത്തിന് കൂടുതൽ ധൈര്യം നൽകട്ടെ, കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രയത്നം, ഊർജം പകരട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കാൻ കഴിയുക. KV ബൈജു ഈ ശിരൂരിൽ അപകടമുണ്ടായപ്പോൾ മുതൽ അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ ഒന്നൊന്നായി എത്തിച്ചതാണ്. ബൈജു കാര്യങ്ങൾ ആദ്യം എത്തിച്ചപ്പോൾ അർജുൻ ഗംഗാവലിപ്പുഴയിലാണ് എന്നുള്ള കാര്യങ്ങൾ പോലും ആദ്യം മലയാളത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് ആദ്യം ഒരു ശ്വാസം മുട്ടിയ നിമിഷമായിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ വീട്ടുകാരുൾപ്പെടെ ഉൾക്കൊള്ളുകയായിരുന്നു. ആ കുടുംബാംഗങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബൈജു ചേട്ടൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളെന്ന്. അപ്പോൾ ബൈജു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശിരൂരിലെ ആ ദിവസങ്ങൾ നീണ്ട ആ ദൗത്യത്തിനൊടുവിൽ ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് ബൈജുവും ആദ്യമായിട്ടായിരിക്കുമല്ലോ വരുന്നത്. ആ ദിവസങ്ങൾ എങ്ങനെയാണ് ബൈജു ഓർത്തെടുക്കുക? കാരണം അത് ഒരുപക്ഷെ നമുക്ക് ഒരു തരത്തിലും പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് അത്രമാത്രം നാളുകൾ, ഇത്രമാത്രം ദിവസങ്ങൾ അക്ഷീണം നമ്മൾ പ്രയത്നിച്ചത്. എങ്ങനെയാണ് ബൈജു ഓർക്കുക? തീർച്ചയായും എന്തോ അങ്ങേയറ്റം വൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കണ്ണാടിക്കല്ലിലെ ആ അർജുന്റെ വീട് കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾ, ഒരുപക്ഷെ നമ്മളെ പോലെ തന്നെ അർജുനെ ഒരിക്കലും അറിയാത്ത ആളുകൾ നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തെ വീടുകളിലൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ വന്ന് അർജുന്റെ വീട് എവിടെയെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ. ഇത് ഒരു ഇടുങ്ങിയ വഴിയാണ്, വാഹനങ്ങൾക്കൊന്നും അത്ര പെട്ടെന്ന് ഈ വഴി വരാൻ പറ്റില്ല. ഒരു കിലോമീറ്റർ മാറി വാഹനം വെച്ച് നടന്നു വേണം ഇവിടത്തേക്ക് വരാൻ. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെ. ഏതായാലും വലിയ തോതിൽ ആളുകൾ അത്രത്തോളം അർജുനെ സ്നേഹിച്ചു. അവസാനമായി ആ കണ്ണാടിക്കലിലെ വീട്ടിൽ ആ ഭൗതിക ശരീരം എത്തുമ്പോൾ അതൊന്ന് കാണാൻ, സാഹചര്യമൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യത്തിൽ ആദ്യം മുതൽ ഉണ്ടായ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ 18-ാം തീയതി, അതായത് ജൂലൈ 16-ന് ഈ അപകടം ഉണ്ടായി. ജൂലൈ 18-ന് തന്നെ നമ്മൾ ന്യൂസ് 18 സംഘം ശിരൂരിലെത്തുകയും പിന്നീട് ഓരോ ഘട്ടങ്ങളായി ഇതിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് പ്രതിസന്ധികൾ ഈ ദൗത്യത്തെ നേരിടുമ്പോഴും അതിനൊക്കെ സാക്ഷിയാവുകയും ചെയ്തതാണ്
അപ്പോഴൊന്നും വലിയ തോതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അർജുൻ ലോറി ഉണ്ടാകും, ആ ക്യാബിനകത്ത് ഉണ്ടാകും എന്ന ഒരേ സ്വരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പറയുകയും പിന്നീട് അത് തന്നെ സംഭവിക്കുകയും ചെയ്ത ഒരു മുഹൂർത്തം അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ മുഹൂർത്തം. എന്തായാലും ഇപ്പോൾ ഇത് ഈ ആളുകളെ ഒരു ഘട്ടത്തിൽ ഈ ഭാഗത്തേക്ക് കടത്തിവിടാതെ ഇവിടെ എത്തിയതിൽ പകുതി ആൾക്കാരും അവിടെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ആ ഭൗതിക ശരീരം ഇപ്പോൾ വീടിന്റെ മുൻപിൽ കുടുംബാംഗങ്ങളെല്ലാം വീടിന്റെ അകത്തുണ്ട്. വിങ്ങി പൊട്ടലുകൾ മാത്രമാണ് ഇവിടെ. അത്രത്തോളം ഓരോ ആളുകളുടെയും മുഖത്തും കണ്ണുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെയായി പ്രായമായവരും ഒക്കെ ഒരുപാട് അത്തരത്തിലുള്ള ആളുകൾ ക്യൂ നിന്നൊക്കെ ഈ പൊതുദർശനത്തിൽ ഇവിടെ എത്തി എന്നതാണ് അതിൽ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരാൾ. അയാൾ നമ്മുടെ ആരൊക്കെയോ ആയ ഒരു ഘട്ടം ഓരോ മലയാളിയുടെയും ഒരു കുടുംബാംഗം പോലെ ഈ വാഹനം കടന്നു വരുമ്പോൾ പോലും നമ്മൾ ആ വാഹനത്തിനൊപ്പം അനുഗമിച്ച ഒരാളാണ്. ഈ ശിരൂരിൽ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് കാർവാറിലെ ആ മോർച്ചറിയിൽ നിന്നും ആ മൃതദേഹം ഈ ആംബുലൻസിൽ കയറ്റുമ്പോൾ മുതൽ നമ്മൾ ആ കൂടെയുണ്ട്, അർജുന്റെ കൂടെയുണ്ട്. പിന്നീട് ഓരോ വഴി പിന്നിടുമ്പോഴും ഉടുപ്പിയിലൊക്കെ വലിയ തോതിൽ കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തുന്ന കാഴ്ച. പിന്നീട് മഞ്ചേശ്വരം അതിർത്തിയിലായിരുന്നു വലിയ തോതിൽ അർദ്ധരാത്രി ഇത്രത്തോളം ആളുകൾ അവിടെ കൂടി നിന്നു അവരെ അവസാനമായി ഒന്ന് കാണാൻ. പിന്നീട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലും ഒരുപാട് ആളുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയിരുന്നു. നമ്മൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അത്രത്തോളം ആളുകൾ വലിയ തോതിൽ പ്രയാസപ്പെട്ടാണ് ഈ സമയക്രമം. രാവിലെ 8 മണിക്ക് വീട്ടിലേക്ക് എത്തിക്കണമെന്നായിരുന്നു സമയം ക്രമീകരിച്ചിരുന്നത്. പക്ഷെ അത്രത്തോളം ആളുകൾക്ക് സ്നേഹിക്കുകയും സമയം 12 മണി 1 മണി 2 മണിക്കൊക്കെ അത്തരം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതും അതൊക്കെ വലിയൊരു കാഴ്ച. അത് നമ്മൾ ഈ മുഹൂർത്തം ഒരിക്കലും ഇത് ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ തളർന്നുപോയ സമയമുണ്ടായിരുന്നു. ഇനി കണ്ടെത്താൻ കഴിയില്ലേ അത്രത്തോളം ഈ ഗംഗാവലി പുഴ വലിയ തോതിൽ രൗദ്രഭാവത്തോടെ ഒഴുകുന്ന ഗംഗാവലി പുഴയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് ഒരു നോട്ട് അടിയൊഴുക്കായി വളരെ ശാന്തയായി. പക്ഷെ ആ സമയത്തും അർജുൻ എവിടെ, ലോറി എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും വലിയ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കണ്ണാടിക്കലിലെ വീട് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരം ഈ പൊതുദർശനം ഇനിയും നീണ്ടേക്കാം. അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഇത് മണിക്കൂറുകളോളം നീണ്ടേക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അർഹിക്കുന്ന അവസാനമായുള്ള ആ യാത്രയപ്പ് അത് തന്നെയാണ് ഇപ്പോൾ കണ്ണാടിക്കൽ സാക്ഷ്യം വഹിക്കുന്നത്. അത് കഴിഞ്ഞ് വീടിന് തൊട്ട് പിറകിലായ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്തിന് അന്ത്യവിശ്രമമായിരിക്കും. മകൻ ഉൾപ്പെടെ കുടുംബം ഉൾപ്പെടെ വീടിനകത്തുണ്ട്. ഒട്ടേറെ നേതാക്കളുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. AK ശശീന്ദ്രൻ മന്ത്രി. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്നലെ 6 മണിക്ക് ആ മൃതദേഹം ഏറ്റുവാങ്ങി കാർവാർ MLA സതീഷ് ജെയിൻ അദ്ദേഹം ഈ ആംബുലൻസിനോടൊപ്പം തന്നെ അനുഗമിച്ചു. AKM അഷറഫ് MLA അദ്ദേഹവും ആംബുലൻസിനോട് ഒപ്പം തന്നെ വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരാളാണ് ഈശ്വർ മൽപെ. ആ ഈശ്വർ മൽപെ ഓടിയെത്തി ഒരു ഘട്ടത്തിൽ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിരുന്നു. ഈശ്വർ മൽപെ തന്റെ മകനെ തിരിച്ചു കൊണ്ടുതരും എന്ന്. ആ ഒരു വാക്കിന്മേലാണ് സർക്കാർ, അതായത് പോലീസിന്റെ വിലക്ക് ലംഘിച്ചു പോലും ആരങ്ങളിലേക്ക് ഈശ്വർ മൽപ അവിടെ തിരച്ചിൽ നടത്തുന്ന ഒരു ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ വലിയ തോതിൽ സങ്കടത്തോടെ നിരാശയോടെ പോകുന്ന ഈശ്വർ മൽപയെ നമ്മൾ കണ്ടു. കണ്ണു നിറയുന്ന ആ ഈശ്വർ മൽപയെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ അത്രത്തോളം ദുഃഖവും ഒക്കെയുണ്ട്. പക്ഷെ അപ്പോഴും അമ്മയ്ക്ക് നൽകിയ ആ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു. അദ്ദേഹവും ആ ആംബുലൻസിനകത്ത് നിന്ന് തന്നെ ഇവിടെ എത്തുമ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും